ഹലോ പ്രകാരം പാട്ട് കെട്ടിയമ്മ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വർഷവും ബസ്സിന്മാർ ഗാനം ആലപിക്കണമെന്ന് പറഞ്ഞാൽ പാടിക്കോളും. നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണുന്നതാണ്. ജീവനാൽ ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമാകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമാ. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരരെ, നമ്മുടെ പ്രത്യേക സ്വർഗീയ മധ്യസ്ഥനായ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടി ഉയർത്തുന്ന നമുക്ക് ഈ തിരുനാളിന്റെ സുഗമമായ പൂർത്തീകരണത്തിന് വേണ്ടിയും ഇതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റിക്കാരുടെ അവരുടെ കുടുംബത്തിനും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈ തിരുനാളിൽ
പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവകൃപ ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ അങ്ങനിഞ്ഞ് ആശീർവദിക്കണമേ. ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുവാനിടയാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ഇരിക്കുക. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് കാണിച്ചു തന്ന അതിലേറെയായി നമ്മെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വളരെ വലുതാണ്. ഒരു പട്ടാളക്കാരനായിട്ട് ജീവിതം ആരംഭിച്ചു. പക്ഷേ രാജ്യത്തെക്കാളും രാജ്യസേവനത്തിന് പ്രാധാന്യം കൊടുത്തെങ്കിലും അതിനേക്കാളും തൻ്റെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് താനായിരിക്കുന്ന സമൂഹത്തിൽ വിശ്വാസത്തിൽ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു പട്ടാളക്കാരനായിരുന്നു. ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിനും ക്രിസ്തീയ പീഡനത്തിന് ഉത്തരവിട്ട രാജാവിൻ്റെ ആ ഉത്തരവിനതീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി വലുതാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് രക്തസാക്ഷിത്വത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത്. മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലുവാനായിട്ട് ഭരണാധികാരികൾ തീരുമാനിച്ചു. അമ്പെയ്തു. അമ്പുകൾ തുളച്ചു കയറി, ബോധം നഷ്ടപ്പെട്ടു, മരിച്ചുവെന്ന് കയറി അദ്ദേഹത്തെ അവിടെ ഇട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഭക്തയായ ഒരു സ്ത്രീ വന്ന് ആ അമ്പുകളെല്ലാം ഊരി മാറ്റിയിട്ട് ശുശ്രൂഷിക്കുവാനായി എടുത്തുകൊണ്ടു പോകുന്നു. അവിടെ കൂടിയിരുന്ന സെബസ്ത്യാനോസിന്റെ അനുയായികള്, ക്രിസ്ത്യാനികള് ആ അമ്പ് ശേഖരിച്ചുകൊണ്ട് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുന്നു. ആ അമ്പ് ഉൾക്കൊണ്ടപ്പോൾ, അവരുടെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് ആ കുടുംബത്തിനുണ്ടായത്. രോഗങ്ങൾ സുഖപ്പെടുക എന്ന് തുടങ്ങി മറ്റും വലിയ ഐശ്വര്യങ്ങളും ഓരോ കുടുംബത്തിനും ഉണ്ടാവുകയായിരുന്നു. അത് ഏത് വീട്ടിൽ പ്രവേശിച്ചാലും എത്ര മാറാരോഗങ്ങളും സൗഖ്യമാക്കത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് അവരുടെ ജീവിതത്തെ വളരെ പ്രചോദിപ്പിച്ചു. കൊല്ലുവാനായിട്ട് ഉപയോഗിച്ച ആ അമ്പന്റെ സാന്നിധ്യം ദൈവിക സാന്നിധ്യമായി മനസ്സിലാക്കി ഇന്നും ആ അമ്പിനെ കുറിച്ചുള്ള ധ്യാനം, ആ എഴുന്നള്ളിപ്പ് ഇന്നും നാം തുടർന്നു കൊണ്ടുപോകുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രാർത്ഥനയിൽ പഞ്ഞം, പട, വസന്തം എന്നീ രോഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിന് നാം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസം അടിസ്ഥാനമായി നിൽക്കുന്നുവെങ്കിൽ മാത്രമേ അതെല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നിവിടെ യാഥാർത്ഥ്യമുണ്ട്. കാരണം സുഖപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ആ സ്ത്രീ എടുത്തുകൊണ്ടുപോയി അവരുടെ പരിചരണത്തില് സുഖം പ്രാപിച്ചു. പക്ഷെ ആ സൗഖ്യത്തെക്കാൾ കൂടുതലായിട്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹം, വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഒക്കെയാണ് ആ മനുഷ്യനിൽ കുടികൊണ്ടിരുന്നത്. ഇപ്പോൾ നാം പെസഹക്കാലത്തില് അല്ലെങ്കിൽ ഉത്ഥാന മഹോത്സവ തിരുനാൾ ആഘോഷിച്ചത് അധികമായില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ സമാധാനം ആശംസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ആ ചൈതന്യത്തിൽ സുവിശേഷവാഹകരായി തീരുമാനമെടുത്തവനായിരുന്നു സെബസ്ത്യാനോസ്. രോഗസൗഖ്യം വന്നപ്പോഴേക്കും രഹസ്യമായി ഇനി ജീവിക്കാമെന്നുള്ളതായിരുന്നില്ല, മറിച്ച് പരസ്യമായി തന്നെ വിശ്വാസ പ്രഘോഷണം നടത്തിയപ്പോൾ പല ശത്രുക്കൾക്കും അദ്ദേഹത്തിന്റെ അത് പീഡിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗത കൊണ്ടടിച്ച് അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ വീരമൃത്യു വരിച്ച, ക്രിസ്തുനാഥന് വേണ്ടി മരിച്ച
ആ വലിയ വ്യക്തിത്വത്തെയാണ് നാം ഇന്നും അനുസ്മരിക്കുന്നത്. സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥവും അനുഗ്രഹവും ഇന്നും എന്നും നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിന് തെളിവാണ്. അതുകൂടാതെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ്. ഈ ചൈതന്യമാണ് നമ്മൾ അനുദിനം വർദ്ധമാനമാകേണ്ടത്. അതുവഴി നമ്മുടെ ജീവിതത്തെ ക്രിസ്തു കേന്ദ്രിതമാക്കുന്നതിനും അതുവഴി നമ്മുടെ ജീവിതത്തെ ക്രിസ്തു സാക്ഷികളാക്കി മാറ്റുന്നതിനും സാധിക്കണം. അങ്ങനെ ഉത്തമ ക്രൈസ്തവരായി ജീവിച്ച് ദൈവത്തിനും സഹോദരർക്കും നന്മ ചെയ്തുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും വിശ്വാസത്തെ പ്രഘോഷിച്ചുകൊണ്ട് മുന്നേറുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവമേ, വിശുദ്ധ സെബസ്ത്യാനോസ് ധീരതയോടെ രക്തം ചിന്തി ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് മരിച്ചുവല്ലോ. ഞങ്ങളുടെ വിശ്വാസവർദ്ധനവിന് കാരണമായി അങ്ങ് നൽകിയ ഈ രക്തസാക്ഷിയായ സെബസ്ത്യാനോസിന്റെ മാതൃക എന്നും എപ്പോഴും ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഞങ്ങൾ ഈ വിശുദ്ധനെ വണങ്ങുമ്പോൾ, ആ സ്നേഹാദരവോടെ അമ്പുകൾ എഴുന്നള്ളിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം അങ്ങുണ്ടാവുകയും അങ്ങേ സ്നേഹവർദ്ധനയിൽ ഞങ്ങളെ വളർത്തുകയും ചെയ്യണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും കാത്തുപരിപാലിച്ച് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും തിരുനാളാഘോഷ കൊടിയുയർത്തുകയും വിശ്വാസ പ്രഘോഷണം നടത്തുകയും ചെയ്തതാണ് ചാത്യാത്തയുടെ വികാരി മോർസാൻ കൊത്തിയാത്തച്ഛന് തിരുനാൾ കമ്മിറ്റിയുടെ പേരിലും എല്ലാ ഭക്തജനങ്ങളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഉടൻ തന്നെ പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ്. ലതീഞ്ഞിന് ശേഷം പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ്. Amen.
ആമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരരെ, നമ്മയും ഈ ഭക്ഷണ സാധനങ്ങളെയും ഇതൊരുക്കുന്നതിനായി സാമ്പത്തികമായും ശാരീരികമായി ബുദ്ധിമുട്ടിയവരെയും ഇത് ഭക്ഷിക്കുന്നവരെയും സർവശക്തനായ ദൈവത്തിന്റെ പകൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാർഗ്ഗസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു തനിച്ചൊരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ അവൻ പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യം മാത്രമേ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അതിന്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിലിരിക്കുവാൻ കൽപ്പിച്ചതിന് ശേഷം 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാരായിരുന്നു. കർത്താവിന്റെ സുവിശേഷം. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ആകുലപ്പെടാതെ തിരുവചനം അന്വേഷിക്കുവാൻ വിളിച്ച കർത്താവായ ഈശോയോട് നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ സംരക്ഷണത്തിന് കൃതജ്ഞതയായി നോഹ അർപ്പിച്ച ബലി പോലെയും വിധവയുടെ കൊച്ചുകാശു പോലെയും ഞങ്ങളുടെ നേർച്ചകളും കാഴ്ചകളും സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ലോകത്തെയും കത്തോലിക്ക സഭയെയും അതിനെ ഭരിക്കുന്നവരെയും ഭരണീയരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയും ഇടവക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ നേതൃത്വത്തിലുള്ളവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് ഈ വിശ്വാസ കൂട്ടായ്മയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ സദ്യ ഒരുക്കുന്നതിന് സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ച ഓരോരുത്തരെയും ഇതിന് നേതൃത്വം നൽകുന്ന ഇവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സദ്യയെ സംബന്ധിക്കുന്നവർ ശാരീരികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നേടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ കാരുണ്യത്താൽ ഉത്തമ വിഭവങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവല്ലോ. അങ്ങേ സ്തുതിക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ബഹുമാനാർത്ഥവും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ആഹാര സാധനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം ആശീർവദിക്കണമേ. അങ്ങേ ദാനങ്ങൾക്ക് നന്ദി പറയുന്ന ഈ മക്കളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും പാകപ്പെടുത്തിയവരെയും ഇത് അനുഭവിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവ അനുഭവിക്കുന്നത് വഴി സെബസ്ത്യാനോസിന്റെ ഭാഗ്യ സഹായത ഞങ്ങൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അങ്ങയുടെ ആത്മാവോടും കൂടെ. ആമേൻ.